അപ്പോൾ ഈ പോട്ടിന് എത്ര രൂപ? ഇതിന് 1 രൂപ 1.5 രൂപയ്ക്ക് വരുള്ളൂ. അതായത് ഈ കാണുന്ന പോളിമറിനകത്തേക്ക് നമ്മൾ ഏത് കളർ ആഡ് ചെയ്യുന്നോ ആ കളറിലുള്ള പോട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ പേര് കിടുക്കി വിൻഡോ പ്ലാന്റർ എന്നാണ്. ഇതിന് ട്രേ ഉണ്ട്. ഇതിൻ്റെ പേര് കിടുക്കി വിൻഡോ പ്ലാന്റർ. ഇതൊക്കെ ആരെയും പേരിടുന്നു? ഹാങ്ങിങ് ബോർഡ്സ് ഇത്രയും വെറൈറ്റി മോഡൽസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രേ കളർ ഇട്ട് കൊടുത്താൽ ഈ കളറായിട്ട് നമുക്ക് ഇത് 6.2 എൻഡ് ഡ്രോപ്പ്. അത് ഗ്രീൻ മാംഗോ കസിൻസ് ഇപ്പോൾ ഉള്ളത് പെരുമ്പാവൂർ മുടക്കുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ കണ്ടില്ലേ, ഇതെല്ലാം പൂച്ചട്ടികളാണ്. നമ്മൾ വീട്ടിനകത്ത് വെക്കുന്ന പൂച്ചട്ടികൾ. സാധാരണ നമ്മൾ മണ്ണിൻ്റെ പൂച്ചട്ടികൾ നമ്മൾ വീട്ടിനകത്ത് വെക്കാറില്ല, അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടികളായിരിക്കും വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചട്ടി ഉണ്ടാക്കുന്ന ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് വന്നിട്ടുള്ളത്. ഈ ചട്ടികളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. O2 പോളിമർ പോട്ട്സിൻ്റെ നിർമ്മാണശാലയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാനായിട്ട് വിജി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഏതൊക്കെ പ്രൊഡക്ട്സ് ആണുള്ളത്? നമുക്ക് ഒരുപാട് ഇൻഡോർ പോട്ട്സും ഉണ്ട്, ഔട്ട്ഡോറും ഉണ്ട്. നമ്മുടെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റായ മുടക്കുട സ്മോൾ എന്ന് പറഞ്ഞാൽ അതാണ് മാനുഫാക്ചറിങ് നടക്കുന്നത്. ഇതിന്റെ മാനുഫാക്ചറിങ് ചൂടുണ്ടല്ലേ? ചൂടുണ്ട് കേട്ടോ. ഇതിന്റെ മാനുഫാക്ചറിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഇത് ആക്ച്വലി എന്ത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്? ഇതില് പോളിപ്രൊപ്പലിൻ എന്ന് പറഞ്ഞാൽ നല്ല ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയലായ വെർജിൻ മെറ്റീരിയലാണ്. അത് ഇതാണ് ഇവിടെ യൂസ് ചെയ്യണേ. അതായത് ഈ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ പോട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത്. അതായത് ഫസ്റ്റ് ഇതിനകത്തേക്ക് ഇടും, കളർ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇട്ടാൽ ഇഞ്ചക്ഷൻ മോൾഡിംഗ് ആണിത്. നല്ല ചൂടുണ്ടല്ലോ. പിന്നെ ഇതിന്റെ റണ്ണറാണിത്. ഇത് നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ ഒരു ട്രേ വരുന്നുണ്ട്. ട്രേ ഞാൻ കാണിച്ചു തരാം. ഇതിൽ ചെറിയ ഹോൾ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. വെള്ളം നമുക്ക് ഇതിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ വേറെ മോൾഡയിൽ അടിക്കണതാണ്. ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ. ഓക്കെ, ഫിനിഷ് ആയ ഇതിന് 3 ടൈപ്പ് ഉണ്ട് നമുക്ക്. ഇത് 4.5 ഇഞ്ചാണ്, പിന്നെ 8 ഇഞ്ചിൻ്റെ ഉണ്ട്, 12 ഇഞ്ചിൻ്റെ ഉണ്ട്. ഈ സെയിം മോഡൽ. അതായത് ഈ കാണുന്ന പോളിമറിനകത്തേക്ക് നമ്മൾ ഏത് കളർ ആഡ് ചെയ്യുന്നോ ആ കളറിലുള്ള പോട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കളറാണത്. ഈ കളർ നമ്മൾ ആ മെറ്റീരിയലിനകത്ത് മിക്സ് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഈ കളർ ചേർത്ത് കഴിഞ്ഞാൽ ഈ വൈറ്റ് കളർ കിട്ടും. ഇതിപ്പോൾ ഓറഞ്ച് കളറാണ്. ഈ ഓറഞ്ച് കളർ ചേർത്താൽ ഓറഞ്ച് കളർ നമുക്ക് കിട്ടും. കളർ മാത്രമേ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണുള്ളൂ ആ മെറ്റീരിയലിൻ്റെ കൂടെ. അപ്പോൾ ഇതാണ് മുടക്കുട സ്മോൾ എന്ന് പറയുന്ന കുഞ്ഞൻ പോട്ട്. മുടക്കുട സ്മോളിൻ്റെ പാക്കിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു കവറിനകത്ത് 30 എണ്ണം വരണത്. നമ്മൾ ട്രേ അടക്കം പാക്ക് ചെയ്ത് ഇവിടെ കൊടുക്കും. എത്ര രൂപ മുതൽ ഇതിന്റെ സ്റ്റാർട്ടിംഗ് വരുന്നത്? ഇപ്പോൾ 1 രൂപയുടെ മുതൽ പോട്ടുകളുണ്ട്. 1 രൂപയ്ക്ക് പോട്ട് അവൈലബിൾ ആണോ? അത് ശരി. അത് 1 രൂപ കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടും? കിട്ടും. അപ്പോൾ 1 രൂപ മുതൽ പോട്ട് ഇവിടെ അവൈലബിൾ ആണ്. എത്ര ഹയസ്റ്റ് റേറ്റ് എത്രയാണ്? ഹയസ്റ്റ് ഒരു 500 രൂപ വില വരുന്നത് വരെ ഇവിടെ ഉണ്ട്. ഈ ഒരു സ്മോൾ പോട്ട് ഇവിടെ ഒരുപാട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ചേച്ചിമാര്. 30 എണ്ണം അല്ലേ? അതെ, 30 എണ്ണം വരുന്നത്. കേരളത്തിന്റെ ഏത് ഭാഗത്തുനിന്നാണെങ്കിലും നമുക്ക് ഇവിടെ അയച്ചു കൊടുക്കാൻ പറ്റും. കൊടുക്കാൻ പറ്റും. നമ്മളിവിടെ ഓൾറെഡി കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട്. കേരളത്തിനകത്തേക്കും ഉണ്ട്, പുറത്തേക്കും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കുഞ്ഞ് പോട്ട് ഉണ്ടാക്കുന്നത് കണ്ടു. അതുമാത്രമല്ല നമ്മുടെ പുറകിൽ കാണാൻ ഒരുപാട് പോട്ടുകളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയുണ്ട്, ഏതൊക്കെ ഷേപ്പിലുണ്ട്, ഏതൊക്കെ കളറിലുണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇത് 4.5 ഇഞ്ച് മുടക്കുട സ്മോൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സെൽഫ് വാട്ടറിംഗ് ആണ്. ഇത് ഇടയിൽ ട്രേ ഇരിക്കുന്നുണ്ടല്ലേ, അതിൻ്റെ തന്നെ മീഡിയം സൈസ് ആണ്. 8 ഇഞ്ച് വരണാണ്. ഇതും സെപ്പറേറ്റ് ട്രേ ആട്ടോ. നമുക്കത് ഊരി മാറ്റാൻ പറ്റും. ഊരി മാറ്റാൻ പറ്റും. 5 കളർ ഉണ്ട് നമ്മുടെ കയ്യിൽ. അത് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ചവറ് പോലെ എല്ലാ കളേഴ്സും പോകുമായിരുന്നു. ഇപ്പം കേരളത്തിലുള്ള ആൾക്കാർ എടുക്കുകയാണെങ്കിൽ എല്ലാവരും സ്റ്റാൻഡേർഡ് കളർ വൈറ്റ്, സിൽവർ, കോഫി, ഗോൾഡ്, പിന്നെ ബ്ലാക്ക്. ഇതിൻ്റെ പേര് കിവി എന്നാണ്. ഇത് 2 പോട്ടായിട്ടാണ് വരുന്നത്. സെൽഫ് വാട്ടറിംഗ് എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇതിലേക്ക് വെള്ളം സ്റ്റോർ ആയിക്കോളും. നമ്മൾ ഇതിൽ ചെടി നടും. ഇതിൽ ഹോളുണ്ട്. ആ ഹോളിലേക്കൂടെ വേറെ ഇറങ്ങി വന്ന് വെള്ളത്തിൽ ടച്ചായി നിന്നോളും. മണ്ണ് നിറയ്ക്കേണ്ടത് ഇതിലാണ്. കിവി എന്നാണ് ഇതിൻ്റെ പേര്. 9 ഇഞ്ച് സൈസ് വരും കിവി പോട്ട്. ഇത് കൊള്ളാട്ടെ, കിവി പോട്ട് നല്ല ഷേപ്പ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് വെക്കാം. ലൈറ്റ് ഇട്ട് വെക്കാൻ പറ്റും. നമുക്ക് ടേബിളിലൊക്കെ പുറത്ത് വെച്ചിട്ട് ഒരു കുഞ്ഞ് ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കാണാനൊക്കെ നല്ല അടിപൊളി ഭംഗിയുള്ള സംഭവമാണ്. ഇതിന്റെ പേര് കിടുക്കി വിൻഡോ പ്ലാന്റർ എന്നാണ്.
ഇതിന് ട്രേ ഉണ്ട്. ഇതിൻ്റെ പേര് കിടുക്കി വിൻഡോ പ്ലാന്റർ. അത് ശരി. ഇതൊക്കെ ആരെയും പേരിടുന്നു? അതൊക്കെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങ് കിട്ടും. ഇതിലിപ്പോൾ ഒരുപാട് ചെടികൾ നടാം. ഈ ട്രെയിൽ വെള്ളം സ്റ്റോർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചയ്ക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളം അടിയിൽ കിടന്നോളും. ഇത് വാലന്റൈൻ പോട്ട് എന്ന് എൻ്റെ പേര്. ഇതും ഇൻഡോർ പോട്ടാണ്. അത് കണ്ടില്ലേ, ഹാർട്ടിൻ്റെ ഷേപ്പൊക്കെ ഉണ്ട്. അതാണ് വാലന്റൈൻ പോട്ട്. അതാണ് വാലന്റൈൻ പേര്. വാലന്റൈൻ പോട്ട് എന്ന് പേരിട്ടു. ഒക്ടോ പോട്ട് എന്ന് പറയും. ഒക്ടോ ഒരു ഡിഫറെൻറ്റ്, നമ്മുടെ മാത്രം പ്രൊഡക്റ്റ് അത്. ഇത് ഈ ഒക്ടോ പോട്ടിൻ്റെ ഇന്നറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. സെൽഫ് വാട്ടറിംഗ് പോട്ടാണ്. ഇതിങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. അതായത് ഈ കോൺ ഷേപ്പിൽ വയ്ക്കുകയാണെങ്കിലാണ് അതിൻ്റെ ആ ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ സ്ക്വയർ ടൈപ്പിൽ വയ്ക്കരുത്, ഇങ്ങനെ വയ്ക്കണം. ഇത് SP9 ഹോട്ട് പോട്ടാണിത്. സെൽഫ് വാട്ടറിംഗ് ആണ്. ഇതിൻ്റെ അടിയിൽ ട്രേ വെച്ച് കറക്റ്റ് ലോക്കിൽ വേണം ഇതിങ്ങനെ ഇൻഡോറായിട്ട് യൂസ് ചെയ്യാം. 9 ഇഞ്ചിൻ്റെ പോട്ട്. ഇതോടെ കുറഞ്ഞ ക്വാളിറ്റി മെറ്റീരിയലാണ്. റീസൈക്ലിംഗ് പ്ലാസ്റ്റിക്കാണ് ഇതിൽ യൂസ് ചെയ്യണേ. പിന്നെ വെയിൽ കൊള്ളുമ്പോൾ പൊട്ടാതിരിക്കാനായിട്ടുള്ള UV സ്റ്റെബിലൈസർ എന്ന സാധനം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് പുറത്ത് വയ്ക്കാം, മറ്റേ നമ്മൾ ഇൻഡോറായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇത് 11 ഇഞ്ചിൻ്റെ സണ്ണി ബിഗ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് സണ്ണി സ്മോള്. ഇത് 7 ഇഞ്ച് വരും, ഇത് 11 ഇഞ്ച് വരും. ഇത് സെൽഫ് വാട്ടറിംഗ് ആണ്, ഇത് സെൽഫ് വാട്ടറിംഗ്. അപ്പോൾ 2 പോട്ട് ഉണ്ടാവും. ഇതിൽ ഹോളുണ്ട്, വെള്ളം ഇറങ്ങി വന്ന് ഇതിലേക്ക് സ്റ്റോർ ആയിക്കോളും. ഔട്ട്ഡോർ പോട്ട്സാണ് ഇവിടെ എല്ലാം ഇരിക്കണേ. ഈ ഒരു 2 ഇഞ്ച് മുതൽ 18 ഇഞ്ച് വരെയുള്ള സൈസുകളുള്ള എല്ലാ പോട്ടുകളുണ്ട്. ടെറാക്കോട്ടയും ബ്ലാക്കും ആണ് കോമൺ ആയിട്ട് എല്ലാവരും ഔട്ട്ഡോറായിട്ട് യൂസ് ചെയ്യണത്. 18 ഇഞ്ച് സൈസ് അത്. ഹാങ്ങിങ് ബോർഡ്സ് ഇത്രയും വെറൈറ്റി മോഡൽസ് നമ്മുടെ കയ്യിലുണ്ട്. ഫസ്റ്റ് വൺ ചാർലി, ധനാക്ക, കോസ്കോ, ലിറ്റിൽ ബോയ്. പിന്നെ ഇത് ഈ ധനാക്കയുടെ തന്നെ 3 ലെയർ ആണ്, D3 എന്ന് പറയും. പിന്നെ ഇതൊരു പുതിയ ഹാങ്ങിങ് ആണ്. ഓർക്കിഡായിട്ട് വരുന്നത് ഇതാട്ടോ. ഇതിൻ്റെ കൂടെ സ്റ്റിക്കില്ല, എൻ്റെ ഹാങ്ങർ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് ബുൾബുൾ സ്പൈറൽ ഹാങ്ങിങ് എന്നാണ്. ഇതിൽ 12 കോൺപോട്ടാണ് വരുന്നത്. നൈലോൺ ത്രെഡിൽ കോർത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പൈറൽ ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ 12 മോഡൽ ചെടികൾ നമുക്ക് അതിൽ നടാം. പിന്നെ ഇതിൽ ബട്ടർഫ്ലൈ, ഹാർട്ടിൻ്റെ ഷേപ്പ്, ബോള്, ബെല്ല് ഇതൊക്കെ കണക്ട് ചെയ്ത് കളർഫുള്ളാക്കി തരും. അപ്പോൾ ഇവിടെ ഒരു കിവി പോട്ടിൽ ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കല്ലിൽ കളറൊക്കെ ചെയ്തിട്ട് നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാവും. നമുക്ക് വീട്ടിനകത്തൊക്കെ നമുക്കിത് വെക്കാൻ പറ്റുന്ന നല്ല രസമുള്ള ഒരു പോട്ടാണ്, നല്ല ഷേപ്പുള്ളതാണ്. ഇതൊരു ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഞങ്ങളുടെ. ജിഫി പോട്ട് എന്നതിൻ്റെ പേര്. 2 ഇഞ്ച് സൈസ് വരും. വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യണേ. ഈ ട്രേക്കകത്ത് 40 പോട്ടാണ് യൂസ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ചെടി, അതായത് വിത്ത് മുളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും യൂസ് ചെയ്യാം നമുക്ക്. മറ്റേ നമ്മൾ കളയുകയല്ല ചെയ്യണത്. ഈ പോട്ടിന് എത്ര രൂപ? ഇതിന് 1 രൂപ 1.5 രൂപയ്ക്ക് വരുള്ളൂ. ഈ ഒറ്റ പോട്ടിന് ഒന്നായിട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ 1 രൂപയുടെ പോട്ടാട്ടോ അത്. പക്ഷേ ഇത് ഫുൾ കിറ്റ് എടുത്തിട്ടില്ലേ? ഫുള്ളായിട്ട് മേടിക്കണം, എന്നാലേ നമുക്ക് പ്രയോജനമുള്ളൂ. ഈ ട്രേയിൽ വെച്ച് വിത്ത് മുളപ്പിച്ച് പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാം. അക്വാ പോട്ട് എന്നാണ് ഇതിൻ്റെ പേര്. അതായത് 2 ജീവനുകൾ ഒരു ചെടിച്ചട്ടിയിൽ, 2 ലീവ്സ് ഇൻ 1 പോട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. 4 കോൺ പോട്ടാണ്. ഇതിൻ്റെ പേര് കോൺ പോട്ട് എന്നാണ്. ഇതിൽ ഹോളുണ്ട്. ഹോളുള്ളതുകൊണ്ട് ഈ റൂട്ട്സ്, ചെടിയുടെ റൂട്ട്സ് ഇതേക്കൂടെ ഇറങ്ങി വന്ന് വെള്ളത്തിൽ എപ്പോഴും നമ്മൾ ടച്ച് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ചെടി വളരുള്ളൂ. ഇതുണ്ട് വേര് വന്നേക്കണം. മണ്ണിടാൻ പാടില്ല, പെബിൾസ് ആണ് യൂസ് ചെയ്യണത്. ഇതിൻ്റെ പേര് പോപ്കോൺ പോട്ട് എന്നാണ്. ആർട്ടിഫിഷ്യൽ വർക്കിനും കൊണ്ടുപോകാം, പിന്നെ വാട്ടർ പ്ലാന്റ്സ് നടാനും യൂസ് ചെയ്യാം. ഇതിലിപ്പോൾ ഞാൻ മണ്ണൊന്നും യൂസ് ചെയ്തിട്ടില്ല, വെറുതെ വെള്ളം ഒഴിച്ച് പെബിൾസ് മാത്രമാണ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇത് പാത്തിയുടെ ഫിറ്റിങ്സ് ആണ്. ഇതിൻ്റെ പേര് എൻഡ് ഡ്രോപ്പ് എന്നാണ്. 6.2 എൻഡ് ഡ്രോപ്പാണ്. ഇതാണ് ഇപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് റീസൈക്ലിംഗ് പ്ലാസ്റ്റിക് ആട്ടോ. പാത്തിയുടെ ഫിറ്റിങ്സ് അടിക്കാൻ നമ്മൾ ഈ മെറ്റീരിയൽ യൂസ് ചെയ്യണേ. റീസൈക്ലിംഗ് പ്ലാസ്റ്റിക് ആണ്, RP മെറ്റീരിയൽ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഗ്രേ കളർ ഇട്ട് കൊടുത്താൽ ഈ കളറായിട്ട് നമുക്ക് ഇത് 6.2 എൻഡ് ഡ്രോപ്പ് അത്. റെഡിൻ്റെ റെഡ്, ഗ്രേയിൽ ഗ്രേ. റെഡ്, ഗ്രേ, ബ്ലൂ ആണ് കോമൺ ആയിട്ട് പോകുന്നത്. ഇതിലൊരു റണ്ണർ വേസ്റ്റ് ഉണ്ടാവും. അത് കട്ട് ചെയ്തിട്ട് നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് കൊടുക്കും. പാക്കിങ് അവിടെ നടക്കും. ഇത് നമ്മുടെ ചെടിച്ചട്ടി അടിക്കാൻ, പാത്തിരി ഫിറ്റിങ്സ് അടിക്കാൻ പറ്റുന്ന മെഷീൻസാണിത്. പിന്നെ ഇതാണ് നമ്മുടെ ഓരോ ചെടിച്ചട്ടികൾ അടിക്കുമ്പോൾ ഓരോ ഡൈലാണ് നമ്മൾ ചെയ്യണത്. പല പല ഷേപ്പിൽ വരും. ഇത് ഈ ഹോപ്പറേക്കിനാണ് മെറ്റീരിയൽ നമ്മൾ ഇടണത്. 25 കിലോ വരെ നമുക്ക് ഇതിലേക്ക് ഇടാം. അത് ഇതിലൂടെ ഹീറ്റായി കൂളിങ്ങും കറക്റ്റായിട്ട് വരുമ്പോഴാണ്. കൂളിങ്ങും വേണം, ഹീറ്റിങ്ങും വേണം. രണ്ടും കൂടി കണക്റ്റ് ആകുമ്പോഴാണ് പ്രൊഡക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ O2 പോളിമർ പോട്ട്സ് പെരുമ്പാവൂർ മുടക്കുഴയിൽ വന്നു.
നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പോട്ടുകൾ ഉണ്ടാക്കുന്നത് കണ്ടു, പല പല കളറിൽ പല പല ഷേപ്പിൽ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കും. നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. ഇനി ഡയറക്റ്റ് എത്തിക്കണമെങ്കിലും കുഴപ്പമില്ല. വലിയ ഓർഡറൊക്കെ ആണെങ്കിൽ നമ്മുടെ കമ്പനി ഡയറക്റ്റ് എത്തിച്ചു കൊടുക്കും. അതെ, അപ്പോൾ ഡയറക്റ്റ് വന്ന് വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വന്ന് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവരുടെ കോൺടാക്ട് നമ്പർ താഴത്ത് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് വിളിച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.